ഇത് ഇന്നലെ തമിഴ്നാടിനെ വിറപ്പിച്ചു. ശരിക്കും ചെന്നൈ വിമാനത്താവളം അടച്ചു, ബസ് സ്റ്റേഷനുകളൊക്കെ അടച്ചിട്ടു. ആൾനാശമാണ് 4, ബാക്കി കോടിക്കണക്കിന് രൂപയുടെ മറ്റ് നഷ്ടങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ. ഭയങ്കര ശബ്ദമായിരിക്കും, നമുക്ക് സഹിക്കാവുന്ന, നമുക്ക് ഡെസിമലിന് സാധാരണ മനുഷ്യന് സഹിക്കാവുന്നതിനപ്പുറം ശബ്ദമായിരിക്കും. നമ്മുടെ ഒരു സാധാരണ മനുഷ്യർക്ക് ഇത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നാൽ നമസ്കാരം. ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് ജലഭൗമശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് സാറാണ്. സർ, ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഫെഞ്ചൽ ചുഴലിക്കാറ്റായി മാറിയിരിക്കുകയാണ്. തമിഴ്നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഫെഞ്ചൽ ചുഴലിക്കാറ്റ്? അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമസ്കാരം. ഈ ഫെഞ്ചൽ ചുഴലിക്കാറ്റ് എന്തെന്നൊരു ചോദ്യത്തിനേക്കാൾ, അങ്ങനെ ചോദിക്കുന്നതിനേക്കാൾ വിവിധ തരത്തിലുള്ള ചുഴലിക്കാറ്റുകളുണ്ടാവും. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ പേരിടുന്നു. ആദ്യം ആരാണ് കാണുന്നത്? ഇപ്പോൾ മൺസൂൺ എന്ന പേരിട്ടത് മൗസം എന്ന് പറഞ്ഞാൽ അറബി വാക്കാണ്. അത് മൗസം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ, അപ്പോൾ ഉള്ളൊരവസ്ഥ. അറബികളാണ് അങ്ങനെ ഒരു കാറ്റിനെ ആദ്യം തിരിച്ചറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അറബികളായിരുന്നു കൂടുതൽ ഈ സഞ്ചാരപ്രിയർ. ലോകത്ത് ഒരുപാട് പേരുണ്ടെങ്കിൽ അറബികൾ നല്ല സഞ്ചാരപ്രിയരാണ്. അപ്പോൾ അറബികളാണ് കാറ്റ് അങ്ങനെ ഒരു, അവർ കണ്ടിട്ടില്ലാത്തൊരു പുതിയ കാറ്റ് അവർക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ അവരൊരു പേരിട്ടു, അങ്ങനെ മൺസൂൺ വന്നു. അതുപോലെ അറബികളാണ് ഈ പേരിട്ടത്. അപ്പോൾ പേരിടുന്നതിൽ ഒരു കഥയില്ല. ഓരോരുത്തർ അവരവരുടെ സ്വഭാവം അനുസരിച്ച് ആരാണോ ആദ്യം കാണുന്നത് അവരുടെ ഒരു പേര് അങ്ങിട്ട് പോകും. ഇത് ഇന്നലെ തമിഴ്നാടിനെ വിറപ്പിച്ചു. ശരിക്കും ചെന്നൈ വിമാനത്താവളം അടച്ചു, ബസ് സ്റ്റേഷനുകളൊക്കെ അടച്ചിട്ടു. പിന്നെ അതുപോലെ തന്നെ അതിനകത്തൊരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ മനോഹരമായി അവരത് ഹാൻഡിൽ ചെയ്തു. 4 പേരെ മരിച്ചിട്ടുള്ളൂ. ഒരു 40,000-40,000 ഒക്കെ മരിക്കാനും ഒക്കെ ഇത് മതി. അത് കരയിൽ തൊട്ടപ്പോൾ ന്യൂനമർദ്ദമായി മാറും, പിന്നെ അതിൻ്റെ വേഗത കുറയും. പുതുച്ചേരി ഭാഗത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങൾ, വിവിധ ജില്ലകളിൽ ഇത് പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ വേണ്ടത്ര പ്രശ്നം ഉണ്ടാക്കിയില്ല. കാരണം വ്യാപകമായ ഒരു ക്യാമ്പുകൾ തുറന്നു, ആളുകളെ മാറ്റി പാർപ്പിച്ചു. പിന്നെ അതുപോലെ തന്നെ ഫയർ എഞ്ചിൻ, പിന്നെ അതുപോലെ തന്നെ മറ്റെല്ലാ സൗകര്യങ്ങളും അവിടെ ഏർപ്പെടുത്തിയിരുന്നു. ആ ക്യാമ്പുകളിലൊക്കെ എല്ലാ സൗകര്യവും കൊടുത്തിട്ടുണ്ട് അവർക്ക്. അപ്പോൾ മനോഹരമായൊരു ദുരന്ത പ്രതികരണ പരിപാടി തമിഴ്നാട് നന്നായി ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാറ്റ് വലിയ ഉപദ്രവം ജനങ്ങൾക്കുണ്ടായില്ല. 3-4 പേര് മരിച്ചു പോയി എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് വീണ്ടും കാറ്റിലേക്ക് വരാം. അതികഠിനമായ രീതിയിലാണ് ബംഗാൾ ഉൾക്കടലും ബേ ഓഫ് ബംഗാൾ, നമ്മൾ പഠിച്ചുള്ള ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ചൂടാവുന്നത്, ഇന്ത്യൻ മഹാസമുദ്രം. അപ്പോൾ ഈ കടൽ വളരെ വേഗത്തിൽ ചൂടാവുകയാണ്. ദിവസങ്ങളുടെ എണ്ണം കൂടുതലാണിപ്പോൾ. നേരത്തെ 20 ദിവസം ചൂടായിരുന്നത് ഇപ്പോൾ ഒരു 100-120 ദിവസമൊക്കെ ചൂട് നിൽക്കുകയാണ്. ഇതിന് പല കാരണങ്ങളുണ്ടാവാം. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുണ്ടാകുന്ന കാര്യങ്ങളുണ്ട്. അതിലൊക്കെ ഇനി ഒരുപാട് ഗവേഷണം നടക്കേണ്ടതുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ഉൾപ്പെടെ, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉൾപ്പെടെ, ഈ വേസ്റ്റ് ഉൾപ്പെടെ ധാരാളമായിട്ട് നമ്മൾ ആഴക്കടലിലും കടലിൻ്റെ അടുത്തുമൊക്കെ വിടുന്നുണ്ട്. ഇപ്പം ടൺ കണക്കിന് പ്ലാസ്റ്റിക്കാണ് നമ്മൾ കടലിലേക്ക് പോകുന്നത്. 2050 ഇപ്പോൾ കണക്ക് കൂട്ടിയിരിക്കുന്നത് 2050 പിന്നെ എത്രയാണോ മത്സ്യസമ്പത്ത് അത്രത്തോളം പ്ലാസ്റ്റിക് കടലിൽ വരുമെന്നാണ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. ഒരു അരിത്തമെറ്റിക് കാൽക്കുലേഷനാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻ. പക്ഷേ എങ്കിലും മോറോർലെസ് അതിൻ്റെ അടുത്ത് വരും. അപ്പോൾ 100 ടൺ വസ്തുക്കൾ മത്സ്യം ഉണ്ടെങ്കിൽ അതിൽ 50 ടണ്ണും എന്തായിരിക്കും? പ്ലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഇത്രയും കയറുന്നത് ചൂടുമായി എന്ത് ബന്ധമാണുള്ളത്? ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അമേരിക്ക അടക്കമുള്ള വികസിത രാജ്യങ്ങൾ വ്യാപകമായി എന്ത് ചെയ്യുകയാണ്? ആഴക്കടൽ കൊണ്ടുപോയി ഇത് തള്ളുകയാണ്. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വേറെ ചില സംവിധാനങ്ങളടക്കം കടലിൻ്റെ കരയിൽ നിന്ന് പമ്പ് ചെയ്ത് കളയുന്നുണ്ട്, ഡ്രില്ല് ചെയ്തൊക്കെ. അങ്ങനെ പല രൂപത്തിൽ വേസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് നമ്മുടെ കടലിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ പോകുന്നത് കടലിൻ്റെ ചൂട് കൂട്ടുന്നുണ്ടോ എന്നുള്ളത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ കടലിൻ്റെ ചൂട് കൂടുന്നതിൻ്റെ ഫലമായും പിന്നെ ഭൂമിയുടെ അച്ചുതണ്ടിന് ചെറിയൊരു വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. അതിപ്പോൾ പറയുന്നൊരു കാര്യം, ഇപ്പോൾ അവസാനമായൊരു പഠനം വന്നത് ഭൂജലം ഉണ്ടല്ലോ, നമ്മുടെ ഭൂഗർഭജലം ഒരുപാട് നമ്മൾ എടുക്കുന്നത് കൂടി കൊണ്ടും എന്ത് സംഭവിക്കുന്നുവെന്ന്, അച്ചുതണ്ടിന് വ്യത്യാസം വരുന്നുള്ള പഠനം. ഇതെല്ലാം പഠനങ്ങളാണ്. സോളാർ സർക്കിൾ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, സൗരചക്രം. സൂര്യൻ്റെ ചൂട് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ സൂര്യൻ്റെ ചൂടിലുണ്ടാകുന്ന വ്യത്യാസം, കടലിലുണ്ടാകുന്ന മാലിന്യങ്ങളുടെ തോതിലുണ്ടാകുന്ന വ്യത്യാസം, ഇതെല്ലാം കൂടി കടൽ കാറ്റുകളെ, കരയിലോട്ടടിക്കുന്ന കാറ്റല്ല, കടലിലുണ്ടാകുന്ന ചക്രവാതം, സൈക്ലോൺ, പ്രതിചക്രവാതം, ആൻറ്റി സൈക്ലോൺ, ഇതെല്ലാം ഉണ്ടാവും. ഇതുണ്ടാകുമ്പോൾ നമ്മൾ സംഭവിക്കുന്നത് വളരെ ലളിതമാണ്.
നമ്മൾ ഈ മിക്സി അടിക്കുമ്പം വെള്ളം കിടന്ന് കറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? അതുപോലെ കടലിൽ ചുഴി ഉണ്ടാക്കും. ശിരൂരിലെ നദിയിലും ഇതാ സംഭവിച്ചത്. അതിശക്തമായി പിന്നെ കാറ്റ് വരുമ്പോൾ വെള്ളം എന്ത് ചെയ്യും? കിടന്ന് കറങ്ങും, ചുഴി സൃഷ്ടിക്കും. ഇത് കാറ്റ് ചുഴി സൃഷ്ടിക്കുമ്പോൾ ഇത് മർദ്ദവ്യത്യാസം കൂടെ വരുന്നതുകൊണ്ട് പ്രഷറിൻ്റെ വേരിയേഷൻ ആണല്ലോ, ഇത് സഞ്ചരിക്കുമ്പോൾ 3 പ്രശ്നമുണ്ട്. അതിശക്തമായ ശബ്ദമായിരിക്കും, ഭയങ്കര ശബ്ദമായിരിക്കും. നമുക്ക് സഹിക്കാവുന്ന, നമുക്ക് ഡെസിമലിന് സാധാരണ മനുഷ്യന് സഹിക്കാവുന്നതിനപ്പുറം ശബ്ദമായിരിക്കും. ഈ ശബ്ദം വലുതായുള്ളൊരു കുഴപ്പം എന്താണ്? ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ നിൽക്കുന്നു, ഒരു ബോംബ് പൊട്ടുന്നു, അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ആയിക്കോട്ടെ, ഒരു വലിയ ശബ്ദം വന്നു കഴിഞ്ഞാൽ നമ്മുടെ അറ്റൻഷൻ മാറും, നമുക്ക് ഓടി രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല. നമ്മൾ ചിലപ്പോൾ മറിഞ്ഞ് വീണ് മരത്തിലിടിച്ച് രക്ഷപ്പെടാൻ കണ്ണൊക്കെ മൂടി മരത്തിലിടിച്ച് എങ്ങനെയും നമ്മൾ ചാവും, അല്ലെങ്കിൽ നമുക്ക് അസുഖം വരും, അല്ലെങ്കിൽ അപകടം വരും. അപ്പോൾ ശബ്ദം ഇതൊരു വലിയ പ്രശ്നമാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് കാറ്റ്. ഭയങ്കര സ്പീഡിലാണ് 40 കിലോമീറ്റർ 50 കിലോമീറ്റർ കണ്ണടച്ച് തുറക്കുമ്പോൾ 60-70 ഇങ്ങനെ കിലോമീറ്ററിൻ്റെ വേഗത കൂടി, കാറ്റിൻ്റെ വേഗത കൂടി. ഇവിടെ ഇപ്പോൾ 30-നകത്തൊക്കെ നിന്നു പല സ്ഥലങ്ങളിൽ, അതുകൊണ്ടാണ് ഇത് കുറഞ്ഞത്. അപ്പോൾ കാറ്റ് വരും, ഇതോടൊപ്പം വെള്ളവും വരും. അപ്പോൾ കാറ്റ് വരുന്നു, ശബ്ദം വരുന്നു, വെള്ളം വരുന്നു, ഇതെല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഒരു സാധാരണ മനുഷ്യർക്ക് ഇത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതല്ല. കെട്ടിടങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ആൾ നാശമാണ് 4, ബാക്കി കോടിക്കണക്കിന് രൂപയുടെ മറ്റ് നഷ്ടങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ. കേരളത്തിൻ്റെ തീരത്തും ഇത് വരും എന്ന് പറഞ്ഞു, പക്ഷേ ഇനിയിപ്പോൾ വലിയൊരു പേടി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അടങ്ങിയല്ലോ, അത് എവിടെയെങ്കിലും കരയെ തൊടണം. ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കാറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ സഞ്ചരിക്കും, കടലിലൂടെ സഞ്ചരിച്ചിട്ട് ഏതെങ്കിലും ഒരു തീരത്ത് ഇത് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേഗത പിന്നെ കുറയും. ഇത് തൊട്ടില്ലെങ്കിൽ വീണ്ടും ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇതിൻ്റെ പ്രഷർ കടലിൽ കൊടുത്തുകൊണ്ടിരിക്കും, അതനുസരിച്ച് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. കേരളത്തിലേക്ക് വരുമോ നമ്മൾ പേടിക്കുന്നത്. അപ്പോൾ സ്പീഡ് കൂടി ഇത് എവിടെയെങ്കിലും തൊടണം. ഇപ്പോൾ സുനാമി, എന്തുകൊണ്ടാണ് കേരളത്തിൽ സുനാമി അത്രയും ഉപദ്രവിച്ചുള്ളതെന്ന് പറഞ്ഞാൽ, സുനാമി ഉണ്ടായ സ്ഥലത്ത് വലിയ കുഴപ്പമുണ്ടാക്കി അവിടെ തൊട്ടില്ലായിരുന്നെങ്കിൽ ഇവ എന്ത് ചെയ്തേനെ? കാരണം ഇതിനകത്ത് കടലിനകത്ത് നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം നിൽക്കുമ്പോൾ തന്നെ സങ്കല്പിച്ചോളൂ, വെള്ളം നിൽക്കുകയാണെങ്കിൽ അതിന് എവിടെയെങ്കിലും അത് പ്രഷറായി കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി തൊട്ടില്ലെങ്കിൽ അത് റിലീസ് ചെയ്യില്ല, പ്രഷർ റിലീസ് ചെയ്യണ്ടേ അതിനകത്തുള്ള. അപ്പോൾ കാറ്റ് റിലീസ് ചെയ്യും, അതിനകത്തുള്ള ചൂട് റിലീസ് ചെയ്യും, എവിടെയെങ്കിലും ഇടിച്ച് കയറിക്കഴിഞ്ഞാൽ അത് കുറച്ച് റിലീസ് ചെയ്തില്ലെങ്കിൽ അത് അവിടെ കിടന്ന് കറങ്ങി എവിടെയെങ്കിലും കൊണ്ടുപോകും. അത് കേരളത്തിൽ കൊണ്ടുവരുമെന്നാണ് വിചാരിച്ചു, പക്ഷേ നമ്മുടെ ഭാഗ്യം കൊണ്ട് അത് കൊണ്ടുവന്നില്ല. പക്ഷേ തമിഴ്നാട്ടിൽ വളരെ സീരിയസ് ആയിട്ട് അത് വന്നിട്ടെങ്കിലും ആളുകൾ കുറച്ചേ മരിച്ചുള്ളൂ. അവരുടെ തയ്യാറെടുപ്പ് കൊണ്ടാണത്. പിന്നെ എന്താണ്, നാശനഷ്ടം ധാരാളമായിട്ടുണ്ടായി. അപ്പോൾ ഇത് പിന്നെ ഇപ്പോൾ പറയുന്നത് ഇന്ന് നാളെയൊക്കെ ചിലപ്പോൾ കേരളത്തിൽ നല്ല മഴ ഉണ്ടായേക്കാം. അത് ഒരു കാലാവസ്ഥാ പ്രവചനമുണ്ട്, മഴ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിലാണ് കൂടുതലും അത് മഴ വരാനുള്ള സാധ്യതയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് അനുബന്ധിച്ച് തന്നെ വേറൊരു കാര്യം, ഇന്നലെ ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചുഴലിക്കാറ്റുമായി ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ പോലും മറ്റൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ കടലിൻ്റെ മത്തിയുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്, അതിൻ്റെ പ്രജനനവും അതിൻ്റെമായി ബന്ധം. അപ്പം ഞാൻ പറഞ്ഞു വന്ന കടലെന്ന ആവാസ വ്യവസ്ഥ അതീവ ഗുരുതരമായിട്ട് എന്ത് ചെയ്യുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. നീളം വയ്ക്കാതെ 20 സെൻറ്റിമീറ്ററൊക്കെ നീളം വയ്ക്കേണ്ട ചാള 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ നീളത്തിൽ എന്ത് ചെയ്യുകയാണ്, അങ്ങ് പിടിച്ച് വലയിൽ കയറുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ തരത്തിൽ ചാള അത് ഉപയോഗിക്കില്ല. കർഷകർക്ക്, ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അത് വിറ്റാൽ പൈസ കിട്ടത്തില്ല, ആരും എടുക്കുന്നുമില്ല. വളമാക്കാൻ കൊണ്ടുപോകണം തമിഴ്നാട്ടിലേക്ക്, എന്നാൽ അതിൽ ജീവിക്കാൻ അനുവദിക്കുന്നുമില്ല. അപ്പോൾ ആ മത്തിയിലുമൊക്കെ ഇങ്ങനെ പ്രശ്നം. അപ്പം കടലിൽ നിന്ന് ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായി വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ ചുഴികൾ, കാറ്റുകൾ, ചക്രവാത ചുഴികൾ, ഇതുപോലെ ചുഴലിക്കാറ്റുകൾ. ഇതിന് നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർ കാണുന്നവരും പഠിക്കുന്നവരും ഇടുന്ന പേരുകൾ വെച്ചാണ് ഫെഞ്ചലെന്നും ഫിങ്കാലെന്നും എന്താണ് പല പേരുകൾ വന്നിപ്പോൾ ധാരാളം പേരുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥിതി